റാംപ് വോക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കണ്ടസ്റ്റൻസിനെയും വുമൻസ് ഫോറത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ ജഡ്ജായി ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന മിസസ് ഷെറി ബേബി, ജോസഫ് സർ, മോനി ഷിജോ, ജ്ഞാനായ മംഗള റൗണ്ട് കോർഡിനേറ്റർ മിസസ് ലിറ്റി ജിജോ, ഇവർക്ക് എല്ലാവർക്കും UKKCWF വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നല്ലൊരു കൈയടിച്ച് അവരെ സ്വീകരിക്കാൻ കേട്ടോ. നല്ലൊരു കൈയടി ആവാം. ഇത് വളരെ ക്യാപ്റ്റിവേറ്റഡ് ഉള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. We should see who is the most beautiful woman today. You wanted to know that, isn't it, from the contestant? 2 റൗണ്ടാണുള്ളത്. ഒന്ന് നമ്മുടെ ഫേവറേറ്റ് റൗണ്ട്, രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുക ക്ലാനായ ട്രഡീഷണൽ റൗണ്ട്, മോഡേൺ അവരുടെ ഫേവറേറ്റ് ഡ്രസ് റൗണ്ട്, അതിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ആണ് നമ്മുടെ കോമ്പറ്റീഷൻ തുടങ്ങുന്നത്. സോ 3 ജഡ്ജസ് ഉണ്ട് ഇവിടെ, ഷെർ ചേച്ചി, അതുപോലെ മോനി ആൻഡ് അതുപോലെ തന്നെ ജോസഫ് സാറ്. ഇവരുടെ തീരുമാനമായിരിക്കും ഇതിന്റെ ലാസ്റ്റ് വേർഡ്. സോ അത് ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ ഞാനിവിടെ. സോ നമുക്ക് കോമ്പറ്റീഷനിലേക്ക് പോകാം. Please put your hands together. Chest number 1. Chest number 4. Chest number 5. Up next, chest number 6. Chest number 7. Come on guys, give a cheer. Chest number 8. Oh no.
താരോ ചെമ്പവും പാടത്ത ചാത്തനും നേലിയും തമ്പ്രാപ്പടി ഗജനെ ദയം താരോ 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 അടുത്തതായിട്ട് ഇവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. ആദ്യമായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ടെസ്റ്റ് നമ്പർ 101. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിനി ബെന്നി. ഞാൻ ഊസ്റ്റർ ജ്ഞാനായ കാത്തലിക് അസോസിയേഷനിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ ഹോളി കിങ് ജ്ഞാനായ മിഷൻ അംഗവുമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബെന്നി ജേക്കബ്. മക്കള് രണ്ടുപേരും ജോലി ചെയ്യുന്നു. അൽവിൻ ആൻഡ് അലീന രണ്ടുപേരും ഊസ്റ്റർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഹോബീസ് ഡാൻസിങ് ആൻഡ് സിംഗിങ്. പിന്നെ ഞാൻ പള്ളിയിൽ കാറ്റക്കിസം പഠിപ്പിക്കുന്നുണ്ട്. അതുവഴി എനിക്ക് കുട്ടികളോട് ബൈബിൾ സ്റ്റോറീസ് പറയുന്നതോടൊപ്പം ജ്ഞാനായ കാത്തലിക്കിൻ്റെ നമ്മുടെ ജ്ഞാനായ പാരമ്പര്യങ്ങളെ പറ്റിയും എൻഡോഗമിയെ പറ്റിയും ഒക്കെ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അതുപോലെ മിക്കവാറും എല്ലാ കമ്മിറ്റിയിലും ഞാനുണ്ട്. സഭയിലും സമുദായത്തിലും ഒരുപോലെ ആക്റ്റീവായിട്ട് നിൽക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെയായിരിക്കും. താങ്ക് യു. താങ്ക് യു. ടെസ്റ്റ് നമ്പർ 101. ടെസ്റ്റ് നമ്പർ 102. നമസ്കാരം. ആദരണീയായ നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, ജ്ഞാനായ സമുദായത്തിന് അതുല്യമായ സേവനങ്ങൾ തൻ്റെ പ്രവർത്തനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നൽകിയ മാക്കിൽ ടോമി ജോസഫിന്റെയും ലൂസി ടോമിയുടെയും മകളായി 1992 ജനിച്ചു. 22 ഞാൻ അഞ്ജു വിനയ് പുന്നംതാനം. മകനും മകളും ഭർത്താവും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം. ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നു വന്നിട്ട് 3 വർഷമാകുന്നു. ഇപ്പോൾ മാഞ്ചസ്റ്റർ സെയിൽ ആംപർലി കെയർ ഹോമിൽ സീനിയർ കെയർ അസിസ്റ്റന്റായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. ആദ്യമായിട്ടാണ് വുമൻ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളട്ടെ. താങ്ക് യു. താങ്ക് യു. 102. നെക്സ്റ്റ് ജി. മഞ്ഞിപ്പൂക്കൾ പേരുകേടും പുന്നത്തൂർ പള്ളി തന്നെ. അതെ, പൊന്നത്തറ പഴയ പള്ളിയിൽ തട്ടേവാട്ടെ കുടുംബത്തിലെ നേരെ വീട്ടിൽ അനുറജിയുടെ ഭാര്യയായി UK-യിലെ മലബാർ എന്ന് അറിയപ്പെടുന്ന സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. ഒരു ക്രാനായക്കാരി എന്ന നിലയിൽ ഞാൻ ഏറ്റവും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിങ്ങളോട് ഞാൻ പറയട്ടെ, എൻ്റെ കലാലയ ജീവിതത്തിൽ ഞാൻ സ്വായത്തമാക്കിയ മാർഗംകളി എന്ന കലാരൂപം ഇന്നത്തെ തലമുറയിലെ തനിമ നഷ്ടപ്പെടാതെ എഡിൻബർഗ് യൂണിറ്റിലെ 18ഓളം വരുന്ന പെൺകുട്ടികളെ പഠിപ്പിച്ച് പ്രാപ്തമാക്കി
സമുദായത്തോടുള്ള എൻ്റെ കടമ നിറവേറ്റിയെന്ന് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടിയും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. അതുപോലെ തന്നെ മിഷലിംഗ് പ്രവർത്തനങ്ങളിൽ ആക്റ്റീവമായി പങ്കെടുത്തുകൊണ്ട് സമുദായത്തിനെയും സഭയോടും ചേർന്ന് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും KCL പോലുള്ള യുവജന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ സമുദായത്തോട് ചേർന്ന് നേതൃത്വ പാഠവത്തോടുകൂടി മുന്നോട്ട് പോയപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ വന്ന ഏറ്റവും പ്രതിസന്ധികളിൽ എനിക്ക് തരണം ചെയ്യാനും അവസരം ലഭിച്ചു. അതും ഞാൻ നല്ല സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയും നിങ്ങളോട് പറയുന്നു. ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ക്രാനായ കുടുംബത്തിൽ നിന്ന് പിറന്ന് ക്രാനായ യുവാവിനെ തന്നെ വിവാഹം കഴിക്കുകയും നിങ്ങളോടൊപ്പം ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ഓൾ. Thank you 103. Next 104. നമസ്കാരം, എൻ്റെ പേര് നാൻസി. ഞാൻ നാട്ടിൽ പിറവത്താണ്. ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് സൗത്ത് ആൻഡ് പാസഫിക് ക്രാനായ കമ്മ്യൂണിറ്റീസ്. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഓർക്കുന്നത് നമ്മുടെ അപ്പച്ചമാരെയും അമ്മച്ചിമാരെയും ഒക്കെയാണ്. അവർ ഓൾഡ് ജനറേഷൻ. I strongly believe that they are the reason behind this strong, unshakable foundation of our community. അതായത് they taught us to be proud of our heritage, to speak up for what we believe in, and to remain steadfast in our values. അതായത് നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ അഭിമാനിക്കാൻ പഠിക്കുക, നമ്മളുടെ വിശ്വാസങ്ങൾ നമ്മൾ ഉറപ്പിച്ചു നിർത്തുക, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുക, നമ്മളുടെ മൂല്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. I'm standing here because of them, confident that the strong voice I have, you have, we have, can make the difference in the world around us. With you all, I'm here to rise, to speak up, and to keep our traditions alive with pride. Jai Gnanaya. Thank you. Thank you. Next 105. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ സ്വപ്ന സജി, ലിവർപൂളിൽ നിന്ന് വരുന്നു. വിശുദ്ധ തോമാസ് ലിഹായുടെ മണ്ണായ പുന്നത്രയിൽ ജനിച്ച് വിവാഹത്തിലൂടെ മറ്റക്കര വെള്ളക്കട വീട്ടിൽ മണ്ണൂർ പള്ളി സെൻറ് ജോർജ് ഇടവകാംഗമായി ഹസ്ബൻഡ് എബിൻ ഫിലിപ്പിനോടൊപ്പം ലിവർപൂളിൽ താമസിച്ചു വരുന്നു. ഒരു ക്നാനായക്കാരി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. ഒരു ക്നാനായ കുടുംബത്തിൽ ജനിക്കുകയും അതിലൂടെ തന്നെ ഒരു ക്നാനായ കുടുംബത്തിലെ യുവാവിനെ വിവാഹം കഴിക്കുകയും ചെയ്തതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. ക്നാനായ പൈതൃക സംസ്കാരത്തെ പിന്തുടരുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. നമ്മുടെ ഈ പൈതൃക സംസ്കാരം വരും തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. ഇന്ന് ഈ വേദിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. Thank you 105. Next 106. Good afternoon, everyone. I thank you for all being here. My name is Saloni Simon. I was born to Simon and Cicely in Vaticanal family, and I'm married to Jos, popularly known as Eputan, from Kundasheri family, Kaduthuruthi. In general, women juggle with lots different titles and roles at the same time, and being the first immigrant generation in England. And from all the roles I've been played, my favorite role is being called mom by my 3 children. I am a businesswoman. I successfully run a business alongside my husband, and I am a full-time technical support assistant to my lovely family, especially to my dad and in his business. I was brought up as a proud Knanaya, and I will try my best to pass all the
traditional values and heritage that's been passed on to me by my parents to my children and future generations. Thank you all for all being here. നല്ലൊരു കൈയടി കൊടുക്കുക. എന്തെങ്കിലും നഷ്ടമുണ്ടോ? നല്ലതായിട്ടൊന്ന് കൈയടിക്കൂ. താങ്ക് യു. നെക്സ്റ്റ് 107. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നീന. എനിക്ക് ഇങ്ങനെ ഒരു അവസരം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ പങ്കെടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ ആദ്യമേ തന്നെ ഈ വുമൺസ് ഫോറത്തിലെ ഭാരവാഹികളോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. കുമരകം നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പ്രകൃതി രമണീയമാണ്. ടൂറിസ്റ്റുകളുടെ പറുദീസേവം താമസിക്കുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് വിഗൺ ഹോസ്പിറ്റലിലാണ്. എൻ്റെ ഹോബി എന്ന് പറയുന്നത് സംഗീതം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പിന്നെ കുക്കിംഗ് ഞാൻ വളരെയധികം എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി എനിക്ക് മറ്റുള്ളവരൊക്കെ കൊടുത്ത് അവർ സന്തോഷം കിട്ടുക, അവരുടെ ആ ഒരു മറുപടി കേൾക്കുമ്പോൾ അവരുടെ നല്ല ഫുഡാന്ന് കേൾക്കുന്ന ആ ഒരു സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലെ ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെയധികം ചെറുപ്പത്തിലെ തന്നെ എൻ്റെ ഇടവകയിലെ ഒരു അൾത്താരയിൽ പാട്ട് പാടാനും ഒക്കെയുള്ള എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ സംഗീതത്തിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും, അതുപോലെ തന്നെ KCYL, തിരുവാല സഖ്യം, ഇങ്ങനെയുള്ള എല്ലാ സംഘടനയിലും ഞാൻ ആക്റ്റീവായിരുന്നു. എൻ്റെ എൻ്റെ പേരൻസിൽ നിന്നും കിട്ടിയ ഒരു എൻകറേജും എല്ലാ മോട്ടിവേഷനും എല്ലാം കൊണ്ട് എനിക്ക് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിക്കാനും എനിക്ക് അതിനുള്ള ഒരു പ്രചോദനവും എനിക്ക് എൻ്റെ പേരൻസിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പൈതൃകവും നമ്മുടെ ജ്ഞാനായും തനിമയും പാരമ്പര്യവും എല്ലാം മുൻനിർത്തി എനിക്ക് എൻ്റെ മക്കളെ എൻ്റെ വരും തലമുറയ്ക്ക് മുന്നോട്ട് നയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനായിട്ട് ഞാൻ മരണം വരെ എനിക്ക് ജ്ഞാനായക്കാരിയായിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ പോരാടുക. അപ്പോൾ താങ്ക് യു എവരിവൺ. സോ ലെറ്റ്സ് കണ്ടിന്യൂ. Thank you.
കിടക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 10 ക്വസ്റ്റ്യൻ ഇവരുടെ മുൻപിലേക്ക് നമ്മൾ വെക്കുകയാണ്. ചെസ് നമ്പർ 101 എടുത്തു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങളുടെ മകനോ മകളോ നിങ്ങളോട് പറയുകയാണ് എന്ന് വിചാരിക്കുക, മമ്മി, ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് റോങ് വിത്ത് ലിവിങ് ടുഗദർ. ഞാൻ എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ താമസം 1-2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് 2 പേർക്കും പരസ്പരം ഒത്തുപോകാൻ പറ്റുമാണെന്ന് മനസ്സിലായാൽ ഞങ്ങൾ വിവാഹം കഴിക്കും. ഇല്ലെങ്കിൽ ഗുഡ് ഫ്രണ്ട്സ് ആയി ഗുഡ് ബൈ പറയും. ഇതിനോട് നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മാത്രം ചിന്തിച്ചാൽ പോരാ, നിങ്ങളും ചിന്തിക്കണം. എൻ്റെ മകനോ മകളോ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ബൈബിൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. വിവാഹം എന്ന കൂദാശയുടെ പരിശുദ്ധിയും പവിത്രതയും നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ലിവിങ് ടുഗദറിൻ്റെ നെഗറ്റിവിറ്റി എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ ടീനേജേഴ്സ് പ്രായം കഴിഞ്ഞ് നമ്മളുടെ മൂല്യങ്ങളും നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന നമ്മുടെ എല്ലാവിധ ജ്ഞാനായ ചരിത്രങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ അവർക്ക് മാതൃകയായിത്തീരുന്നു. നമ്മൾ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മളെ കണ്ട് അവർ വളരണം. അങ്ങനെ വളരുന്ന വീട്ടിലെ കുട്ടികൾ ഒരിക്കലും അങ്ങനെ പോവില്ല. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു. 102 പ്രാർത്ഥിച്ചിട്ടാണ് എടുക്കണം. ക്വസ്റ്റ്യൻ 2 കണ്ടസ്റ്റന്റ് നമ്പർ 2 കിട്ടിയിരിക്കുന്നത്, ഒരു ദിവസം പെട്ടെന്ന് വിവാഹപ്രായമായ നിങ്ങളുടെ മകൾ നിങ്ങളോട് പറയുകയാണ്, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അവളെ ഞാൻ വിവാഹം കഴിക്കും. ഈ മകനോ മകൾക്ക് എന്ത് ഉപദേശമായിരിക്കും നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. വളരെ ചിന്തിച്ച് മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. കാരണം ഒരു ജ്ഞാനായ വനിത അല്ലെങ്കിൽ അമ്മ എന്ന രീതിയിൽ നമുക്ക് മക്കളെ ഉപദേശിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, ഇന്നത്തെ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തെ നമുക്കൊരിക്കലും അതിര് കടന്ന് അവരെ മാറ്റാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്റെ ജീവിത ശൈലിയിലൂടെ എനിക്ക് മാതൃകയാക്കി അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്, ഞാൻ ജ്ഞാനായ സമുദായത്തിന്റെ എല്ലാ പാരമ്പര്യങ്ങളും എല്ലാ മൂല്യങ്ങളിലും അടിയുറച്ച് വിശ്വസിച്ച് അവരെ വേദപാഠത്തിന് കൊണ്ടുപോവുക, നമ്മുടെ ജ്ഞാനായ സമുദായത്തിന്റെ എല്ലാ തരത്തിലുള്ള സംഘടനകളിലും പങ്കെടുപ്പിക്കുക, അവർക്ക് നല്ല ഒരു ജീവിത മാർഗം കാണിച്ചു കൊടുക്കുക. അതിനേക്കാൾ ഉപരി നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കാരണം പലപ്പോഴും ഇതിൽ നിന്നും, നമ്മുടെ ജ്ഞാനായ സമുദായത്തിൽ നിന്നും അല്ലാതെ മറ്റു സമുദായങ്ങളിൽ നിന്നും വിവാഹം കഴിച്ച പലരോടും നമുക്ക് വളരെ പേഴ്സണലായി അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, പുറമെ അവർ കാണിക്കുന്നില്ലെങ്കിലും അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയതല്ലാത്ത വലിയ ഒരു വിങ്ങല് എപ്പോഴും അവർക്കുണ്ട്. കാരണം നമ്മുടെ സമുദായത്തിൽ നിന്നും മാറി വിവാഹം കഴിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മകനോ മകൾക്കോ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, കാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഈ ഒരു വിവാഹം എന്ന് പറയുന്നത്. കാരണം വിവാഹ പ്രായമായ ചോദ്യത്തിൽ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, വിവാഹപ്രായമായ മകനോ മകളോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവരെ ഉപദേശിക്കാൻ സാധിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരമ്മ, ഒരു വനിത, ഒരു മാതാവ് എന്നുള്ള രീതിയിൽ അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഞാൻ ജനിച്ചത് മുതൽ, ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ഞാൻ വളർന്നത് തികച്ചും സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ഒരു ദേവാലയത്തിലാണ്. പക്ഷെ ആ ദേവാലയത്തിൽ പഠിച്ചു വളർന്നിട്ടും എന്റെ മൂല്യങ്ങളെല്ലാം, എന്റെ ജ്ഞാനായ സമുദായത്തിന്റെ മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ 22ാമത്തെ വയസ്സിൽ എന്റെ മാതാവും പിതാവും കണ്ടെത്തിയ വരനെ വിവാഹം കഴിച്ച് എന്റെ മകനും മകൾക്കും ജന്മം നൽകി ഞാൻ ജ്ഞാനായ സമുദായത്തിൽ തുടരുമ്പോൾ തീർച്ചയായും എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ മകനും മകളും
ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ജയ് ജ്ഞാനായ. താങ്ക് യു. Next, test number 103. Question number 4. നമ്മൾ ജ്ഞാനായക്കാർ റേസിസ്റ്റുകളാണെന്ന് ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. ഇങ്ങനെ ഒരു കമന്റ് മറ്റുള്ളവർ പറയുന്നതിന് നമുക്ക് എങ്ങനെ തിരുത്താൻ സാധിക്കും? എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ലൊരു റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്, റേസിസം എന്നൊരു വാക്ക്. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജ്ഞാനായക്കാർ ഒരിക്കലും ഒരു റേസിസ്റ്റ് സമുദായമല്ല. എന്തുകൊണ്ടാണ് ഈ റേസിസം എന്ന് പറയുന്നത്? നമ്മുടെ ജ്ഞാനായ പരമ്പര എന്ന് പറയുന്നത് സ്വവംശ വിവാഹ നിഷ്ഠയിൽ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പരമ്പരാഗതമായ രീതിയാണ് നമുക്കുള്ളത്, അല്ലെ? സ്വവംശ വിവാഹ നിഷ്ഠ ഇല്ലാതെ നമ്മുടെ സമുദായം മുന്നോട്ട് പോകുമോ? ഒരിക്കലുമില്ല. ഇന്നോ നാളെയോ ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറ തീരുമാനിക്കുവാണ് നമുക്ക് വേറെ ആരെയും കല്യാണം കഴിക്കാം, അതൊരു വിവാഹ ജീവിതം അങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമുദായം പിന്നീട് ഇല്ലാതാകും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് ഈ എൻഡോഗമിയെ പറ്റിയുള്ളൊരു വാദം കൊണ്ടാണ് റേസിസം എന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ജ്ഞാനായ പാരമ്പര്യത്തിന്റെ തനതായ ഒരു കാതലായ ഭാഗമാണ് ഇതെന്നും കൂടെ നോക്കണം. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ അതൊരിക്കലും ഒരു റേസിസം എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്, പലരും റോയൽ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു പ്രൗഡ് ഉയർത്തി കാണിക്കാൻ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ നിന്നിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ സമൂഹത്തില് എല്ലാവർക്കും എല്ലാവരും തുല്യ മനുഷ്യരാണ്. എല്ലാവർക്കും അവരവരുടേതായ പ്രാധാന്യമുണ്ട്. ഒരിക്കലും നമ്മളതൊരു ആർഗ്യൂ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മളത് ഇടാതിരിക്കുന്നതാണ് നല്ലത്. പൂർവ്വ പിതാക്കന്മാർ നമ്മൾക്ക് നൽകിയ പാരമ്പര്യത്തിലും തനിമയിലും വിശ്വാസത്തിലും അടിയുറച്ചുള്ളൊരു ജീവിത രീതിയാണെങ്കിൽ ഒരിക്കലും നമ്മളൊക്കെ അവർക്ക് ആരെയും ആർഗ്യൂ ചെയ്യാതെ നമ്മുടെ ജ്ഞാനായ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായി ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചൊരു ജീവിതം, കുടുംബ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ റേസിസം എന്നൊരു വാക്കിന് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. തീർച്ചയായിട്ടും സ്വവംശ വിവാഹ നിഷ്ഠയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരിക്കലും അതൊരു റേസിസമായിട്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. താങ്ക് യു. 104. കണ്ടസ്റ്റന്റ് 4 കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ജ്ഞാനായ കമ്മ്യൂണിറ്റി കമ്പാരിറ്റീവ്ലി മെമ്പേഴ്സ് വളരെ കുറവുള്ള ഒരു ഗ്രൂപ്പാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജ്ഞാനായ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണം. നമ്മുടെ യുവതിയുവാക്കൾ തമ്മിൽ കണക്ടിവിറ്റി കൂടുതൽ ഉണ്ടാകുവാൻ എന്തെങ്കിലും മാർഗങ്ങളോ ഐഡിയയോ നിർദ്ദേശിക്കാൻ കഴിയുമോ? Thank you for the question and good evening everyone. ഞാനിവിടെ നിൽക്കുന്നത് ഒരു ജ്ഞാനായക്കാരി എന്ന നിലയിൽ അഭിമാനിക്കുന്ന ഒരാളായിട്ടാണ്. എൻ്റെ അഭിമാനത്തിന്റെ കാരണം എൻ്റെ പൂർവികർ എനിക്ക് നൽകിയ അല്ലെങ്കിൽ എൻ്റെ പഴയ ജനറേഷൻസ് എനിക്ക് നൽകിയ മൂല്യങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഒരു പ്രൗഡ് ജ്ഞാനായക്കാരിയായിട്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് വീടുകളിൽ തന്നെ ആദ്യമേ മൂല്യബോധം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങുക. അതായത് നമ്മൾ ജ്ഞാനായക്കാരാണ്, നമ്മൾ യഹൂദ വംശമാണ്, നമ്മൾ എൻഡോഗമിയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞല്ല പഠിപ്പിക്കേണ്ടത്. ബി എ റോൾ മോഡൽ ഫോർ യുവർ ചിൽഡ്രൻ. ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മുടെ യുവാക്കൾ പിന്നീട് ഒരിക്കൽ പോലും നമ്മുടെ ചിന്തയിൽ പോലും വരികയില്ല നമ്മൾ പുറത്തുനിന്ന് കല്യാണം കഴിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്തയിൽ പോലും നമ്മുടെ സമുദായം നിലനിർത്തുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും അവകാശമാണെന്ന് ആ മൂല്യബോധത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ നമ്മൾ UKKCA പോലെ വുമൻസ് ഫോറം പോലെയുള്ള ഇവിടെ നടത്തുന്ന കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഒരു ഇൻപുട്ട് ഉണ്ടാക്കും. പക്ഷെ നമ്മൾ കതിരിൽ കൊണ്ടുപോയി വളമിട്ടിട്ട് കാര്യമില്ല. നമ്മൾ അത് കുടുംബത്തിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. താങ്ക് യു. Thank you. 104. Next, 105. Your question number 1 ആണ്. ഒരു ജ്ഞാനായ വനിത എന്ന നിലയ്ക്ക് നമ്മളുടെ സഭയ്ക്കും കുടുംബത്തിനും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്?
ഇതൊരു നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ജ്ഞാനായ വനിത എന്ന നിലയിൽ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും നൽകാവുന്ന കോൺട്രിബ്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ, കുടുംബത്തിന് നമുക്ക് നൽകാവുന്ന കോൺട്രിബ്യൂഷൻ എല്ലാം ബേസിക്കലി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ. ജ്ഞാനായ അപ്പന്റെയും അമ്മയുടെയും മകനായി ജനിച്ചത് കൊണ്ടാണ് ഞാനൊരു ജ്ഞാനാക്കാരിയായി ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇനി വനിതകൾ സംഘടിപ്പിക്കുന്ന ഈ ഒരു കൺവെൻഷൻ പരിപാടിയിൽ നമ്മൾക്ക് പറയുമ്പോൾ ഒരു കുടുംബത്തിന്റെ വിളക്ക് എന്ന് പറയുന്നത് ആ കുടുംബത്തെ നാഥയാണ്, സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് ജനിച്ചു വളരുന്ന കുട്ടികളെ നമ്മുടെ ജ്ഞാനായ തനിമയിലും സംസ്കാരത്തിലും വളർത്തുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു നൽകിയിരിക്കുന്ന ആ ഒരു തനിമ നമ്മൾ നമ്മുടെ മക്കളിലൂടെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് നമ്മുടെ കുട്ടികളെ വേദപാഠ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുക, വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുക. ഇതൊക്കെയാണ് കുടുംബത്തിന് നമുക്ക് നൽകാവുന്ന ഒരു ജ്ഞാനാക്കാരി എന്ന നിലയിൽ കുടുംബത്തിന് നമുക്ക് നൽകാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ. ഇനി സഭയ്ക്ക് നൽകാവുന്ന കോൺട്രിബ്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ, സഭയോടൊത്ത് നമുക്കറിയാം നമ്മുടെ പിതാവായ ക്നായിത്തോമൻ പറഞ്ഞിരിക്കുന്ന വാക്ക് സഭയും സമുദായവും ഒത്തുചേർന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സഭാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശുദ്ധ കുർബാന, അതോടൊപ്പം തന്നെ സഭയുടെ പ്രേക്ഷിത വേലകൾ ചെയ്യുക, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നീ വഴിയൊക്കെ നമുക്ക് സഭയോട് നമുക്ക് ജ്ഞാനായ സമുദായം വഴി സഭയോട് ചെയ്യാവുന്ന നല്ലൊരു കോൺട്രിബ്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ യുവജന സംഘടനകളായ KCY പോലെയുള്ള യുവജന സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക, യുവാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക, സെമിനാറുകൾ നടത്തുക. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വരും തലമുറയെ നമ്മുടെ ജ്ഞാനായ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ജ്ഞാനായ വനിതയായി കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും സമുദായത്തോടും ഒത്തുചേർന്നുകൊണ്ട് നല്ലൊരു ഭാവി നമ്മൾ വരും തലമുറയ്ക്ക് പകർന്നു തരാമെന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. 106 നമ്പർ 6 കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 6. ഇന്നത്തെ ലോകത്തിൽ ഡൈവേഴ്സുകൾ വളരെ കൂടുതലാണ്. എന്നാൽ ദൈവാനുഗ്രഹത്താൽ നമ്മുടെ സമുദായത്തിൽ താരതമ്യേന കുറവാണ്. എന്നാൽ പരസ്പരം ഒത്തുപോകാൻ സാധിക്കാതെ സെപ്പറേറ്റഡ് ആകണം എന്ന് വിചാരിക്കുന്ന ഒരു ജ്ഞാനായ കപ്പിളിനെ നിങ്ങൾ എന്തുപദേശം നൽകും? സെപ്പറേറ്റഡ് ആകാൻ ആഗ്രഹിക്കുന്ന ജ്ഞാനായ കപ്പിളിനോട് ആദ്യം അവരുടെ പ്രശ്നം എന്താണെന്ന് അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാൻ പറയും. അത് തന്നെ ആലോചിച്ച് ചിലപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരിക്കും. അതിന് ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള ഹെൽപ്പുകൾ കിട്ടും. കൗൺസിലിംഗ് തൊട്ട്, അല്ലെങ്കിൽ പള്ളിയിൽ പോയി സംസാരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ സംസാരിക്കുക, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് മേടിച്ച് പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കണം. അത് കഴിഞ്ഞ് ഒട്ടും പറ്റുന്നില്ല, അല്ലെ കുട്ടികളുടെ മുമ്പിൽ ഭയങ്കര ഒരു വഴക്കിലേക്ക് ഒരിക്കലും ആകാതെ നോക്കണം. കുട്ടികളെ അത് ഒരുപാട് ബാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കണം. താങ്ക് യു. 107. ക്വസ്റ്റ്യൻ 7. നിങ്ങൾക്ക് ഒരു 14-15 വയസ്സായ കുട്ടി നിങ്ങളോടൊപ്പം കുർബാനയ്ക്കും അതുപോലെ വേദപാഠത്തിന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ ഇടയായി ഒരു താല്പര്യവും ഇല്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്നു. എന്തെങ്കിലും പറയാൻ പോയാൽ അവൻ അല്ലെങ്കിൽ അവൾ. ഈ പ്രായത്തിലുള്ള ഒരു മകനുണ്ട്. പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഈ ഒരു സകലം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളുടെ പിള്ളേരെ നമുക്ക് ഉപദേശിക്കാം, നമുക്ക് അവരോട് സംസാരിക്കാം വളരെ വിനയത്തോടുകൂടി. അതായത് നമ്മുടെ പിള്ളേരോട് തട്ടിക്കയറാനൊന്നും പോകാതെ നമ്മൾ സംയമനത്തോടുകൂടി നമ്മൾ സംസാരിക്കുക. എന്താണ് അതിന്റെ കാരണം, നീ എന്താണ് പള്ളിയിൽ പോകാത്തത്, നമുക്ക് നോക്കാം അവരുടെ കൂട്ടുകാരാരാണ്, അവരേത് ആക്ടിവിറ്റിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എന്താണ് അവരുടെ കാരണം, വിശ്വാസവും പള്ളിയിൽ പോകും ഇതൊക്കെ അവരുടെ നിന്ന് നടന്നു പോകാൻ എന്താണ് കാരണമെന്ന് നമുക്ക് അന്വേഷിക്കാം. പിന്നെ 15-16 വയസ്സുള്ള ഈ പിള്ളേരോട് നമുക്ക് സൂക്ഷിച്ച് പെരുമാറണം. കാരണം പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായമാണ്. കാരണം മാവേൽ ചക്കയാന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം, ആ മോനെ അത് ചക്കയാണ്, ഓക്കെ.
പിന്നെ ഒരു സമയം കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കിക്കോളും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അവരോട് സൂക്ഷിച്ച് സംസാരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മാതൃക, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രാർത്ഥന, പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കുന്ന ഇതെല്ലാം നമ്മൾ നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കണം. എന്നാലേ ഉള്ളൂ അവർക്കും വിശ്വാസവും ഇതും എല്ലാം വരത്തുള്ളൂ. വേദപാഠം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് UKKCVയിൽ ഇതിനുള്ള പങ്കെടുപ്പിക്കാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ സഭയും സമുദായവും തമ്മിലുള്ള ബന്ധങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആചാരങ്ങളും പിന്നെ കല്യാണങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അവരെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമുക്ക് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ മൂല്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. പള്ളിയും പോകുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ നമ്മൾക്ക് അവരെ ഉപദേശിക്കാം എന്താ കാരണം എന്നുള്ള കാരണം അവരിൽ നിന്ന് നമുക്ക് സൗമ്യമായിട്ട് നമുക്ക് അന്വേഷിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ എൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് അവരെ അധികം ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റുമല്ല. കാരണം ഇപ്പോഴത്തെ ഈ ഒരു UK കൾച്ചർ അനുസരിച്ച് നമ്മൾക്ക് അവർ വരുന്ന ഇവിടുത്തെ കൾച്ചർ അനുസരിച്ചുള്ള പിള്ളേരുടെ രീതികളും വളരുന്ന ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ അതുകൊണ്ട് നമ്മളാൽ കഴിയാവുന്ന രീതിയിലുള്ള ഉപദേശങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മാക്സിമം നമുക്ക് നോക്കാം, പിള്ളേരോട് പറഞ്ഞ് നോക്കാം. പിന്നെ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കൗൺസിലറെ നമുക്ക് ഏർപ്പെടുത്താം. അവരോട് സംസാരിച്ച് അവരുടെ എന്താ പ്രശ്നം, അവർക്ക് ദൈവവിശ്വാസവും പള്ളിയിൽ പോക്കും ഇതൊക്കെ എന്താണ് കുറയാൻ എന്നുള്ള കാരണം നമുക്ക് അവർക്ക് വേണമെങ്കിൽ അവരിൽ നിന്ന് മനസ്സിലാക്കാം. അവർ വില്ലിങ് ആണെങ്കിൽ അവരോട് സംസാരിച്ച് അത് ക്ലിയർ ആക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും നന്ദി. സോ ഇവിടെ കണ്ടിന്യൂ വോക്കിംഗ് ആണ്. സ്നേഹ സജി, നാൻസി ജിമി, സ്വപ്ന സജി, സലോമി സൈമൺ, അനീന മാത്യു. ഇവരാണ് ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീഷനിൽ വളരെ എനർജറ്റിക് പെർഫോമൻസ് എല്ലാം അബ്സല്യൂട്ട് വണ്ടർഫുൾ റാങ്ക് വോക്ക് എല്ലാം കാഴ്ചവെച്ചത്. സോ ഫൈനൽ ആ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ് ഇപ്പം. It was really difficult. At the end of the day, they had to make that decision. So that this decision has been made and it's final. So I would request Swapna to announce the subtitle winners. എല്ലാവരും റെഡി ആണല്ലോ? നമ്മൾക്ക് സബ്ടൈറ്റിൽ വിന്നേഴ്സിനെയാണ് ആദ്യമായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മിസ്സസ് നാച്ചുറൽ ബ്യൂട്ടി, ആർക്കാണ് കിട്ടിയിരിക്കുന്നത് അറിയണ്ടേ? Who will be the natural beauty here? Any guess? So test number 5, Swapna Saji. Swapna Saji. സ്വപ്നയെ സജി അണിയിക്കുന്നതിനായിട്ട് ജോസഫ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
The next title winner, Mrs. Most Photogenic. Any girls? Number 3 ഇച്ചിരി അടുത്ത് വന്നിട്ടുണ്ട്. So it's not number 3, but it's number 2, Anju and Tom. Next, Mrs. Beautiful Eyes. Any girls again? You're absolutely right. It goes to contestant number 3, Sneha Saji. A big round of applause. For Robin, please come on stage. Sasha അടിക്കുന്നതിന് റോബിൻസിനെ വിളിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് മിസ് ബ്യൂട്ടിഫുൾ ഹെയർ ആരായിരിക്കും? ആരുമല്ല, ബർമിംഗ്ഹാമിലെ സലോണി സൈമൺ. താങ്ക് യു സുബിച്ചേട്ടാ. അടുത്തത് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് മിസ് എലഗൻസ് ആരായിരിക്കും? നമ്പർ 7, നീന മാത്യു. And the last title holder, Mrs. Most Stunning. Who is that gonna be? Come on guys now. Yes, it's none other than the contestant number 1, Mini Benny. ഓക്കെ, അപ്പൊ ടൈറ്റിൽ ഹോൾഡിംഗ് ആ ഒരു ഇത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ ആക്ച്വൽ വിന്നേഴ്സ് ആരെയാണെന്ന് ഇപ്പൊ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഐ നോ ഐ ക്യാൻ ഹിയർ ദ ഹാർട്ട് ബീറ്റ് ഫ്രം ഹിയർ. ഇറ്റ്സ് ലൈക്ക് ബീറ്റിംഗ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ. സോ നമ്മൾ ആദ്യം അനൗൺസ് ചെയ്യാൻ പോകുന്നത് 3rd പ്രൈസ് കിട്ടിയാണ്, അതായത് സെക്കൻഡ് റണ്ണർ അപ്പ്. ആരായിരിക്കും സെക്കൻഡ് റണ്ണർ അപ്പ്? എനിക്ക് ഗസ്സസ്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. Come on guys, please. It's difficult to say, അല്ലേ? It was a tight competition, so അതെ, ജഡ്ജസ് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിന് മാർക്ക് കിട്ടുമെന്നാണ് അറിഞ്ഞത്. എങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും 3rd പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നത് പേഴ്സണലി ഇത് അനൗൺസ് ചെയ്യാൻ ഞാൻ വളരെ പ്രൗഡാണ്. കാരണം ഞങ്ങളുടെ ലിവർപൂൾ യൂണിറ്റിൽ നിന്നുള്ള സ്നേഹ സജി. എഡിൻബ്ര. അവർ ടിൻസ് ആയതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ, അതുകൊണ്ടാട്ടോ. The crown will be done by Lady John. Lady.
തോന്നുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് കൺഫ്യൂസ്ഡ് ആണ്. Number 2 again. Okay. So basically now I think you guys have said all the numbers now. And finally, now I am going to announce the first runner-up for today's Manga competition is going to be none other than contestant number 104, Nancy Jimmy. Crowned by Preeti Chomon, Sashay, powered by Nikki, cash prize by Kishore, trophy given by Robbins, please. Robbins. Cash prize given by Livy. Kanai Mangyana, the most awaited performance and title for the day. So ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ രണ്ടുപേരെ ഓൾറെഡി തെരഞ്ഞെടുത്തു. ആരായിരിക്കും നമ്മുടെ ഈ വർഷത്തെ ജ്ഞാനായ മങ്ക? Did you say 01? Any other number? Contestant number 105. Congratulations, Sona. And the crown will be done by the UKKCW President, Selena Sajid. Sasha by Sherry Baby. നമ്മുടെ ലാസ്റ്റ് ഇയറിലെ മഹിളാ രത്നമാണ്. Flower by Preeti. Cash prize by Sibi Kadatil, UKKCA President. Okay, and the crown, no, she has got the crown already, so the trophy would be given by Robbins. എല്ലാവരും നല്ല കൈയടി കൊടുത്തേ. Today's winner of the Manga competition. ഇനി നമ്മൾ 3 കണ്ടസ്റ്റന്റുകളുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. So please come forward, 3 of you. Just everybody stand back. We'll just take one picture with 3 of them. അവരുടെ ഫൈനൽ റാമ്പ് ആണ്. വിൻ ചെയ്തതിനു ശേഷമുള്ള ഫൈനൽ റാമ്പ് വാക്ക്. വെൽ ഡൺ, 3 of you, very well done. ഇനി 3 പേരുടെ കൂടെ ഭാരവാഹികളുടെ ടീച്ചേഴ്സും കൂടെ നമ്മൾ എടുക്കാം. UKCCA പ്രസിഡന്റും ഭാരവാഹികളുണ്ട്, അതുപോലെ വുമൻസ് ഫോറം കൂടെ ചേർന്ന് ടീച്ചേഴ്സ് എടുക്കാം. All the contestants as well. Judges, please come to the stage and all the contestants, all the ഭാരവാഹികൾ.
എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ടൈറ്റിൽ വിന്നറാകാൻ സാധിച്ചതിലും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഈ പരിപാടിയിലേക്ക് എനിക്കാദ്യം വലിയ താല്പര്യമില്ലായിരുന്നു. ഡ്യൂട്ടിയും തിരക്കുകളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ട്വിൻ സിസ്റ്റർ സ്നേഹിയുടെയും അതുപോലെ തന്നെ സെലി ചേച്ചിയുടെയും നിർബന്ധപ്രകാരമാണ് ഞാൻ വന്നത്. അങ്ങനെ എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് എല്ലാവരോടും നന്ദിയാണ് പറയാനുള്ളത്. ഒപ്പം നമ്മുടെ ഈ ജ്ഞാനായ ഇത് കൺവെൻഷൻ പരിപാടികൾ ഇനിയും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇതിലെല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഇനിയും ഉണ്ടാകണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരോടും ഒരുപാട് നന്ദി. ലിവർപൂളിൽ നിന്ന് എൻ്റെ ഒപ്പം വന്ന ഞങ്ങളുടെ ചേച്ചിമാർ, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു. Congratulations to all our UKKCWF committee and Central Committee, National Committee and UKKCA Central Committee and National Committee, UKKCA Central Committee and National Committee. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോടെയാണ് ഈ പരിപാടി നടന്നത്. അതിനപ്പുറം ദൈവാനുഗ്രഹവും ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാ കണ്ടസ്റ്റന്റും വിജയികളാണ്. പക്ഷേ ചിലവർക്ക് മാത്രം സമ്മാനം കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാവരും വിജയികളാണ് ഞങ്ങളുടെ കണ്ണില്. Thank you so much for all your participation.